ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ ഈ വർഷം നടന്ന ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 സോഷ്യൽ സയൻസ്. ആദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാം. 50 minutes school of time is to be allotted for reading and understanding the activities. Answer any 5 activities from the given 7 activities. Answer all sub questions of the selected activities. അപ്പോൾ ആകെ 7 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും അറിയാവുന്ന 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റി ആയി നോക്കാം. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ഈ ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതൊരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ അവിടെ എന്താണ്, അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ മൺപാത്രങ്ങൾ വിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ 3 പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫാമർ ഈസ് പ്ലഫിംഗ് ഫീൽഡ്, ക്ലേ പോട്ട്സ് ബീയിങ് സോൾഡ്, ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ഇൻ ദ പോണ്ട്. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തതിൽ ബി ക്വസ്റ്റ്യൻ, ലൈക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്, വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ്, റൈറ്റ് എനി ടു. അതായത് പീലിയുടെ ഗ്രാമത്തിൽ വിൽക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്, അതിൻ്റെ രണ്ടെണ്ണം അങ്ങനെയുള്ള മാർഗത്തിൻ്റെ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്ചേഞ്ച്, അതുപോലെ ഷോപ്സ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Activity 2, use of fire is an important landmark in the history of human food pattern. അതായത് തീയുടെ ഉപയോഗം നമ്മുടെ ചരിത്രത്തിൽ വളരെയധികം സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീങ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ കുക്കിംഗ്. അതായത് തീ ഉപയോഗിച്ചതിന് ശേഷം മനുഷ്യരുടെ പാചകത്തിൽ പെടാത്തത് ഇവയിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? കുക്ക് ആൻഡ് ഈറ്റ്, അതുപോലെ റോസ്റ്റ് ആൻഡ് ഈറ്റ് റോ, ബോയിൽ ആൻഡ് ഈറ്റ്. അപ്പോൾ ബാക്കി എ ബി ഡി എന്നുള്ളത് എന്താണ്? അതൊക്കെ തീ ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഫുഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൽ തീ ഉപയോഗിക്കാത്തത് ഏതാണ്? ഈറ്റ് റോ എന്നാണ്, പച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അതിൽ ബി ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു നൊമാഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ കുറച്ച് അതായത് ഫയറിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ആ മാപ്പ്. യൂസ് ഓഫ് ഫയർ, began to roast and eat roots and tubers. They ate the burned meat of dead animals in wildlife. Began to roast and eat fish meat, etc. Learn to use fire in a controlled manner. They started to cook food. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ആയിട്ട് ആദ്യം, അതായത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? They ate the burned meat of dead animals and വൈൽഡ് ഫയർ, അതായത് കാട്ടുതീ ഉപയോഗിച്ച് അവർ ബേൺ ആയിട്ടുള്ള മീറ്റ് കഴിച്ചു അവർ. ഇനി അതിൽ രണ്ടാമതായിട്ട് എന്താണ് വരുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ലേൺ ടു യൂസ് ഫയർ ഇൻ കൺട്രോൾഡ് മാനർ. അതുപോലെ മൂന്നാമതായി ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ഫുഡ്. ദെൻ ഫോർത്ത് വൺ, ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. ഇനി അഞ്ചാമതായി വരുന്നത് ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ്, എക്സെട്ര. അപ്പോൾ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതായത് 1, 2 എന്ന ഓർഡറിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്.
What were the ways in which nomads used to store excess food? Prepare a note. അതായത് ഇപ്പം നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സൂപ്പർ മാർക്കറ്റ്, അത് ഗോഡൗൺ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. എന്നാൽ പണ്ട് ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സംഭരിച്ച് വെച്ചിരുന്നത് അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? പോട്ടറി, അതുപോലെ തന്നെ ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്, വുഡൻ ബോക്സസ്, ബാഗ്സ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, അതിലെ നെയിം ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വർ എക്സ്ചേഞ്ച്ഡ് ബിഫോർ ദ കോയിൻ സിസ്റ്റം കെയിം ടു ബി എക്സിസ്റ്റഡ്. അതായത് എന്താണ്? കോയിൻ സിസ്റ്റം വരുന്നതിന് മുമ്പ് ആളുകൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് ഏത് സിസ്റ്റമാണ്? ആ സിസ്റ്റത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സിസ്റ്റമായിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ആൻസർ ബാർട്ടർ സിസ്റ്റം. ആക്ടിവിറ്റി 4 ഇവിടെ കുറച്ച് ജോബ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഡോക്ടർ, കൺസ്ട്രക്ഷൻ വർക്കർ, ടീച്ചർ, പോലീസ്, വുഡ് കട്ടർ, ഹെഡ് ലോഡ് വർക്കർ. അതായത് ഡോക്ടർ, അതുപോലെ തന്നെ വീട് പണി ചെയ്യുന്ന വ്യക്തി, ആളുകൾ, അതുപോലെ ടീച്ചർ, പോലീസ്. വുഡ് കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം വെട്ടുകാരൻ. ഹെഡ് ലോഡർ, ചുമട്ടുതൊഴിലാളി. എ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ജോലി ചെയ്യുന്നവർ മന്ത്ലി വേജുകാരാണോ ഡെയിലി വേജുകാരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മന്ത്ലി വേജിൻ്റെ അവിടെ പോലീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതൊക്കെയാണ് മന്ത്ലി വേജ് ഉള്ളത്? ഡോക്ടർ, ടീച്ചർ. അതുപോലെ തന്നെ ഡെയിലി വേജസ് എന്നുള്ളതിൽ കൺസ്ട്രക്ഷൻ വർക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡെയിലി വേജ് ഉള്ളത് ആരൊക്കെയാണ്? വുഡ് കട്ടർ, അതായത് മരം വെട്ടുകാരൻ, ഹെഡ് ലോഡ് വർക്കർ, ചുമട്ടുതൊഴിലാളി. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. അതായത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ചിട്ടൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഇറ്റ്സ് റിവാർഡ് ഈസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ട് എഴുതാം, ഒരു നോട്ട് എഴുതാവുന്നതാണ്. ഇനി അതിൽ സി ചോദ്യം നോക്കാം. സെലക്ട് ദ വേർഡ് ദാറ്റ് റിഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ആ വേർഡ് ഏതാണെന്ന്, ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള വേർഡ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സെലക്ട് ചെയ്യാനാണ്. ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, സാലറി, ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭവിഹിതമാണ്. അപ്പോൾ ഉത്തരം ആൻസർ ഡിവിഡൻറ്റ് ആണ്, ഡി. ആക്ടിവിറ്റി 5, Peely without good network coverage and Wi-Fi connectivity. How will you play a game? How do you be happy without games? If you were in city, you could have done many things. അപ്പോൾ ഒരാൾ പറയാണ് എങ്ങനെയാണ് നല്ല നെറ്റും അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു നല്ല ഗെയിം കളിക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഹാപ്പി ആകുന്നത്? സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് തോന്നുന്നു ഈ സിറ്റിയേക്കാൾ ഈ സ്ഥലമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന്. ഹാവിൻ ടു റീഡ് ദ കോൺവെർസേഷൻ. ഇവർ തമ്മിലുള്ള സംഭാഷണം വായിച്ചില്ലേ? എ ക്വസ്റ്റ്യൻ, ഹാവിൻ യു സീ ദ എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ പീലീസ് വില്ലേജ്? ലിസ്റ്റ് ദ നെയിംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ യുവർ വില്ലേജ്. അതായത് നമ്മുടെ നാട്ടിലുള്ള വില്ലേജിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? പ്ലേയിങ് ഇൻ പോണ്ട്, പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്, ഫിഷിംഗ്, സ്പോർട്സ് ആൻഡ് ആർട്സ് ആക്ടിവിറ്റീസ്, പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്. മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതായത് ഓൺലൈൻ ഗെയിംസിൻ്റെയും അതുപോലെ തന്നെ പീലിയുടെ വില്ലേജിൽ കണ്ടിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സിനെയും കൊണ്ടിട്ട് അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും തമ്മിലുള്ള ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം മെറിറ്റ്സ് എഴുതാം, അതിനുശേഷം ഡിമെറിറ്റ്സ് നോക്കാം. അപ്പം മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഗുഡ് ഫോർ ഹെൽത്ത്, മോർ സോഷ്യൽ ലൈഫ്, മോർ ക്ലോസ് ടു നേച്ചർ, ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ടു ഈറ്റ്, മോർ ഫിസിക്കൽ ആക്ടിവിറ്റി. ദെൻ ഡിമെറിറ്റ്സ്, ലെസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ദം മേ നോട്ട് ബി മോഡേൺ ദാൻ ഫെസിലിറ്റീസ്, ഷോപ്സ്, ഹോസ്പിറ്റൽ, ഗുഡ് റോഡ്സ് എക്സെട്ര. Activity 6, A question, complete the concept map related to cloth manufacturing sector. അതായത് വസ്ത്രനിർമ്മാണത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചില ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ട്, അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈബേഴ്സ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്ത്. അതായത് 2 തരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്, നാച്ചുറൽ ഫൈബേഴ്സും പിന്നെ ഏതാണ് സിന്തറ്റിക് ഫൈബറും ഉണ്ട്. ഈ നാച്ചുറൽ ഫൈബറിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എനിമൽ ഫൈബറും പിന്നെ പ്ലാന്റ് ഫൈബർ. അപ്പോൾ പ്ലാന്റ് എന്നാണ് അവിടെ എഴുതേണ്ടത്.
ഇനി പ്ലാന്റ് ഫൈബറിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ജൂട്ട് എന്നത്. അങ്ങനെയാണെങ്കിൽ എനിമൽ ഫൈബറിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? വൂള്, സിൽക്ക് എന്നിവ എനിമൽ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണ് ആ മാപ്പ്, അതായത് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ബി ക്വസ്റ്റ്യൻ, നെയിം എ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലുള്ളൊരു ഹാൻഡ്ലൂം സെൻറ്ററിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൃശ്ശൂരുള്ള കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഹാൻഡ്ലൂം സെൻറ്ററിൻ്റെ പേര് എഴുതാവുന്നതാണ്. Then activity 7A question, complete the identity card given related to food item. അപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട് ഫുഡിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ള ഫുഡ് ഐറ്റം എന്താണ്? പൈനാപ്പിൾ ആണ്. അതുപോലെ പൈനാപ്പിളിൻ്റെ നേറ്റീവ് പ്ലേസ് എന്താണ്? ബ്രസീലാണ്. ബ്രസീൽ എന്ന് എഴുതുക. ദെൻ ദ പീപ്പിൾ ഹൂ ബ്രോട്ട് ടു ഇന്ത്യ. ആരാണ് ഇത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്? പോർച്ചുഗീസ് ആണ്. സ്പീഷ്യസ് എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ അതാണ് അങ്ങനെ അവിടെ നേറ്റീവ് പ്ലേസ് മാത്രമാണ് എഴുതാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ഇനി ബി ക്വസ്റ്റ്യൻ, മേക്ക് എ table of food items that came to India as a part of exchange of food items, write any four. അതായത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന്, അതായത് അതിൻ്റെ നേറ്റീവ് പ്ലേസ് ഇന്ത്യയിലല്ലാണ്ട് വേറെ രാജ്യത്തുള്ള സാധനങ്ങൾ ഇന്ത്യയിലോട്ട് വന്നതിൻ്റെ ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? പൊട്ടറ്റോ, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ടാപ്പിയോക്ക, ഗുവ എന്നൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റി ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ആക്ടിവിറ്റിയും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.